റാം നാരായണ റാം. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ മനുഷ്യൻ ഒരു പ്രധാന കാര്യമാണ് മറന്നുപോയത്. ഈ ഭൂമിയിൽ അവനോ അവളോ സ്വന്തമായി ഒന്നും ഇല്ല. ഇന്ന് മനുഷ്യർ ധർമ്മം, ജാതി, ഉന്നതത്വം, താഴ്ന്നത് എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇതെല്ലാം പ്രകൃതിയാണോ സൃഷ്ടിച്ചത്? ഇല്ല, ഇതെല്ലാം മനുഷ്യനാണ് സൃഷ്ടിച്ചത്. ഇത് മുഴുവൻ മനുഷ്യനിർമ്മിതമാണ്. നാം പ്രകൃതിയോട് എത്ര നന്ദി പറഞ്ഞാലും പോരാ. നാം ഉള്ളത് പ്രകൃതിയുടെ കാരണത്താലാണ്. ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ ത്വം എന്താണ്? പ്രകൃതിയാണ് നമ്മെ ജീവിതം നൽകിയിരിക്കുന്നത്. വിവേകം, ബുദ്ധി, ഈ എല്ലാം നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ വിവേകത്തെ കേട്ട ശേഷം ചെയ്യണം. ഏത് ശരിയാണെന്നും ഏത് തെറ്റാണെന്നും നമ്മെ വിവേകം തന്നെ പഠിപ്പിക്കും. പ്രകൃതിയെയും നമ്മെയും വേർതിരിക്കുന്നതൊന്നുമില്ല. പ്രകൃതിയുണ്ട്, അതുകൊണ്ട് നാം ഉണ്ട്. ആകാശത്തിലും പ്രകൃതിയിലും ഉള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ ശരീരത്തിനുള്ളിലാണ്. പ്രകൃതിയെ നീക്കം ചെയ്താൽ ഒരുതരം ധർമ്മവും ജാതിയും ആശയധാരകളും നിലനിൽക്കില്ല. ഈ ഭൂമിയിൽ ഉള്ളതെല്ലാം പ്രകൃതിയുടെ ദാനമാണ്. അതിനാൽ നാം എപ്പോഴും പ്രകൃതിയെ ആരാധിക്കണം, അതിനെ ഓർക്കണം. ആകാശത്തോട് നന്ദി അറിയിക്കണം, കാരണം അതാണ് നമ്മെ ഈ ജീവിതവും എല്ലാ ഭൗതിക സുഖ സൗകര്യങ്ങളും നൽകിയത്. ഇന്നത്തെ ആധുനിക ഭാരതത്തിലും പോലും ധർമ്മവും ജാതിയും വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നു. ഇത് ജനങ്ങളുടെ മനസ്സിൽ ഗാഢമായി പതിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലമായി വലിയൊരു ജനവിഭാഗം അതിൻ്റെ പിടിയിൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും അവരുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ സമൂഹത്തിലെ സകല വിഭാഗങ്ങളുടെയും പകുതിയിലധികം പ്രശ്നങ്ങൾ സ്വയം പരിഹരിച്ചു തന്നെ തീരും. ഇന്ത്യയിൽ ജാതിയും മതവും സംബന്ധിച്ച പ്രശ്നങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നവയാണ്. ഇത് സമൂഹത്തെ വിഭജിക്കുകയും അതിനെ പല കക്ഷികളിലാക്കുകയും ചെയ്യുന്നു. നാം എല്ലാവരും ഒരു പ്രകൃതി ധർമ്മത്തോടൊപ്പം ജനിച്ചവരാണ്. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് ഇവയെല്ലാം ബ്രഹ്മാണ്ടത്തെയും പ്രകൃതിയെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. മനുഷ്യൻ നിർമ്മിച്ച മതങ്ങൾ പൊള്ളത്തരവും സ്വാർത്ഥതയും ആനുകൂല്യലാഭവും പഴയ അന്ധവിശ്വാസങ്ങളും പേടിയും വിഭജനവും നിറഞ്ഞവയാണ്. ഈ മതങ്ങൾ നമ്മെ യഥാർത്ഥ ആത്മീയതയും സമത്വവുമൊക്കെയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അതുകൊണ്ട് നമ്മുടെ മഹാഗുരു നൽകിയ റാം നാരായണ റാം എന്ന ബീജമന്ത്രം ഉടൻ സ്വീകരിച്ച് സ്ഥിരമായി ജപിക്കണം. ഇതിലൂടെ നമ്മൾ സ്വയം തിരിച്ചറിയുകയും പുതിയ ശക്തി സമ്പാദിക്കുകയും മനസ്സ് പോസിറ്റീവ് ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഈ രാജ്യത്തിൻ്റെ യുവജനങ്ങൾ മഹാശക്തിയാണ്, അതിൽ സംശയമില്ല. അവർ ഐക്യമായി തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. പക്ഷേ അതിന് അവർക്കും പ്രകൃതിയുമായി ബന്ധമുണ്ടാകണം. അവരുടെ വിവേകശക്തിയിലുമുള്ള വിശ്വാസം ഉറപ്പാക്കണം. ഈ രണ്ടും റാം നാരായണ റാം എന്ന മഹാമന്ത്രത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ഈ ബീജമന്ത്രം അതിനറ്റവും പൂർണ്ണമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശയെയും ഗമനത്തിനെയും പോസിറ്റീവ് ദിശയിലേക്ക് തിരിക്കാം. അതിനാൽ ഓരോരുത്തരും ഈ നാമം സ്വീകരിച്ച് തങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാക്കണം.